അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, നാം നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുന്നവരാകണം. നമ്മുടെ തെറ്റുകൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്, സ്വഭാവത്തിലോ ഇബാദത്തുകളിലോ ഏത് രീതിയിലാണെങ്കിലും എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുക എന്ന് പറയുന്നതും ഒരു മുഅ്മിനിൻ്റെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ തെറ്റുകൾ നാം മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ എന്താണ്, അവൻ്റെ ഇബാദത്തിൽ എന്ത് കുറവുണ്ട്, അവൻ്റെ സ്വഭാവത്തിൽ എന്ത് കുറവുണ്ട്, അവൻ്റെ മക്കളിൽ എന്ത് കുറവുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത്. അതല്ല, അല്ലാഹുവിൻ്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ നമ്മൾ നന്നാകണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് ഉഷാറാകണം, എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമാകണം. ഇബാദത്താവട്ടെ, സ്വഭാവങ്ങളാവട്ടെ, മറ്റുള്ള ഏത് കാര്യങ്ങളും. അപ്പോൾ ഏത് സമയത്തും നാം ചിന്തിക്കേണ്ടത് എന്നിൽ എന്തു കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ വലിയ വിശാലമായ ഒരു മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ ഇമാമിങ്ങൾ കുറേ റൂട്ടുകൾ, കുറേ മാർഗങ്ങൾ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിൽ ഒന്നാമത്തത് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നല്ല ഇബാദത്തുള്ള മനുഷ്യന്മാരിൽ വരുന്ന കുറവുകളൊക്കെ അതിനെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ കൂടുക എന്നുള്ളത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ അവൻ നമ്മെ നല്ല വഴിയിലേക്ക് എത്തിക്കുന്നവനാണെങ്കിൽ അവനെ കൂടെ കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളൊക്കെയും അദ്ദേഹം മനസ്സിലാക്കി തരും. അതൊരു നല്ലൊരു സ്വഭാവമാണ്. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വല്ലാത്തൊരു വാക്കാണ്. പലപ്പോഴും നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുക്കളെ കയ്യിൽ നിന്നാണ്. നമ്മുടെ കൂടെയുള്ളവർ, നമ്മെ മദ്ഹ് പറയുന്നവർ, അവർ നമ്മുടെ നല്ല ഗുണങ്ങൾ മാത്രമേ അവർ കാണുകയുള്ളൂ. അപ്പൊ അവരിൽ നിന്നും നമുക്ക് യാതൊരു ഉപകാരമില്ല. അതേ സമയത്ത് ശത്രുക്കളാണെങ്കിലോ നമ്മൾ എത്ര നല്ലത് കഴിഞ്ഞാലും എവിടെയുണ്ട് ഒരു കുറവ് എന്ന് മനസ്സിലാക്കി അതവർ സൂക്ഷിച്ച് അതവർ എടുത്തു പറയുന്നവരായിരിക്കും. അത് നമുക്ക് വലിയൊരു ഉപകാരമാണ്. കാരണം അവരെ കൊണ്ട് നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ ഒരു ശത്രു നമ്മെക്കുറിച്ച് കുറവ് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അവനോട് ചൂടാകേണ്ടതല്ല. എനിക്ക് അങ്ങനൊരു വിവരം അവൻ അറിയിച്ചു തന്നല്ലോ എന്നുള്ള സന്തോഷം അവനോടുണ്ടാകണം. അത് വലിയൊരു വിഷയമാണ്. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, നാമുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി കൂടുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അവരിൽ നിന്ന് നാം എന്തെല്ലാം വെറുക്കുന്നോ, അവരിൽ നിന്ന് നാം എന്തെല്ലാം മോശമായി കാണുന്നോ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സ്വഭാവം എന്നിൽ ഉണ്ടായാലും ഇതും ആൾക്കാർ എന്നെ വെറുക്കുന്നൊരു അവസ്ഥ എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അതായത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ, നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ചില ആൾക്കാരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വെറുക്കുന്നു. ആ ശൈലിയാണെങ്കിലോ അല്ലെങ്കിൽ ആ അദബില്ലാത്ത സംസാരം, അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു പോകും, അയാളുടെ ആ സ്വഭാവം നന്നല്ല എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകും. അത് നമുക്ക് വലിയൊരു പാഠമാണ്. ഇങ്ങനൊരു സ്വഭാവം നമ്മളുണ്ടാക്കിയാൽ നമ്മെ ആരും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ പല രീതിയിൽ എങ്ങനെയെല്ലാം എൻ്റെ കുറവുകളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അല്ലാതെ മറ്റൊരുത്തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കുക അതല്ല വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റഹിമല്ലാഹു ഇംറഅൻ അഹ്ദാ ഇലൈന ഉയൂബന. ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിച്ച ഒരാൾക്ക് ബഹുമാനപ്പെട്ടവരെ റഹ്മത്ത് കൊണ്ട് ദുആർക്കാണ്. എന്താ ബഹുമാനപ്പെട്ടവർ അങ്ങനെ ദുആർക്കാനുള്ള കാര്യം? അദ്ദേഹം എൻ്റെ കുറവുകളെ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ. എനിക്ക് എൻ്റെ കുറവുകളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരും എൻ്റെ കുറവുകൾ മനസ്സിലാക്കി തന്നിട്ടില്ല. എൻ്റെ ഒരു ശത്രു എൻ്റെ കുറവ് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നുള്ള ദുആ ബഹുമാനപ്പെട്ടവർ ദുആർന്നതായി ചരിത്രങ്ങളിൽ കാണാം. അതാണ് മഹാന്മാരുടെ ജീവിതം. എന്നെ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്കെന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനുണ്ടോ എന്ന് ചിന്തിക്കലാണ് മഹാന്മാരുടെ സ്വഭാവം. അവരെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവർ ഇഷ്ടപ്പെടുകയാണ്, അവരിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന്. പക്ഷേ ഇന്നങ്ങനെയല്ല. എന്നെ ഒരാൾ ആക്ഷേപിക്കുമ്പോൾ അവനെ എങ്ങനെങ്കിലും ആക്ഷേപിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതുന്നവരാണ് നമ്മൾ. ഒരിക്കലും ആ സ്വഭാവം നമുക്കുണ്ടാകരുത്. അത് നല്ല സ്വഭാവമല്ല. മഹാന്മാരുടെ സ്വഭാവം അവരെ ആക്ഷേപിക്കുന്നവരെയും അവർ ഇഷ്ടപ്പെടുന്നവരാണ്. അതിലും എനിക്ക് ഉപകാരമുണ്ട് എന്നവർ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ മൊത്തത്തിൽ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ കുറവുകളെ നാം എന്നും ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ കുറവുകൾ എന്തുണ്ട് എന്ന്, അല്ലാതെ നമ്മുടെ കുറവുകളെ തിരുത്തുന്നൊരു സ്വഭാവം പലപ്പോഴും നമുക്കില്ല. അങ്ങനെ ആയിപ്പോകരുത്. ഏറ്റവും വലിയൊരു പാഠം പഠിക്കേണ്ടത് എൻ്റെ തെറ്റുകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ അയ്ബുകൾ എന്തെല്ലാം ഉണ്ട്, അത് ഏതെല്ലാം രീതിയിൽ അതിനെ പരിശോധിച്ച് ഏതെല്ലാം രീതിയിൽ അതിനെ കണ്ടെത്താൻ കഴിയുക എന്ന് മനസ്സിലാക്കി അത് കണ്ടെത്തി അതിനെ നന്നാക്കാൻ നോക്കുക എന്നുള്ളത് ഈ ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.